നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശരിക്കും കുറച്ച് നാളായിട്ട് കുറച്ച് നിങ്ങൾക്ക് ലോങ് വീഡിയോസ് ഇടാത്ത എന്താന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാരുടെ മെസ്സേജൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ ഇടാൻ വീഡിയോ ഇല്ലാഞ്ഞിട്ടല്ല, അപ്പോൾ കുറച്ചൊരു ചേഞ്ചസും കുറച്ച് തിരക്കായിട്ട് പോകുമായിരുന്നു. അപ്പോൾ വീഡിയോകൾ ഇടാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇനി നിങ്ങളുടെ ഒരു ഷെഡ്യൂളിലൊക്കെ വീഡിയോസ് തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ഒന്ന് മെസ്സേജൊക്കെ ഇട്ടാൽ മതി. ഉറപ്പായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് നൽകുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം ഒരു 5 വർഷം മുമ്പ് ഞാൻ ഈ ഒരു ജേർണി ആരംഭിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഇത്ര അധികം തിരക്കുള്ള ഒരാളായിട്ട് മാറാൻ ഈ യൂട്യൂബ് വീഡിയോസ് കൊണ്ട് എനിക്ക് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ തമാശയ്ക്ക് തുടങ്ങിയൊരു ജേർണിയാണിത്. ഈ ഒരു ജേർണി തുടങ്ങുമ്പോൾ എൻ്റെ ആ ഒരു കോവിഡ് പാൻഡമിക്കിൽ എൻ്റെ ജീവിതം മാറുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഇത്രയധികം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് എൻ്റെ ലൈഫിനെ തന്നെ മാറ്റാൻ ഈ യൂട്യൂബ് വീഡിയോയ്ക്ക് പറ്റുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ലൈഫ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്താണ്, ലൈഫ് മാജിക്കാണ്. ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നമുക്കറിയില്ല അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടാണ് പോണേന്ന്. പക്ഷെ നമ്മൾക്കൊരു പുഴയെ പോലെ ഒഴുകാനും നമ്മുടെ ജീവിതത്തിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കോൺഷ്യസ് ആയിട്ട് ജീവിക്കാനും തുടങ്ങിയാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള സൂപ്പർ പവർ നമുക്കുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നോ എത്ര ആളുകൾക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നോ എനിക്കറിയില്ല. കാരണം എന്താണ്, നമ്മളെല്ലാവരും വേറെ വേറെ വേൾഡിൽ നിന്ന് വന്ന ആൾക്കാരാണ്. എൻ്റെ ലോകം എൻ്റെ മാത്രം സ്വന്തമായിട്ടുള്ള ലോകമാണ്. ആ ലോകത്തിൽ എനിക്ക് കൂട്ടായിട്ടുള്ള എന്താണ്, എൻ്റെ ചിന്തകളാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലൈഫ് എനിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ലൈഫാണ്. ആ ചിന്തകളാണ് എൻ്റെ ജീവിതത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താണെന്നറിയാമോ, നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രക്കാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, കരിയറിലാവാം, മണിയിലാവാം, ഹെൽത്തിലാവാം. ഒരു ഗുണവും ഇല്ലാത്ത രീതിയിൽ അത്രയും സ്ട്രക്കായിട്ടുള്ള അവസ്ഥയിൽ ഹാപ്പി അല്ലാതെ, അകത്ത് സന്തോഷവും സമാധാനവും ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിഷമിച്ച് ഞാൻ തനിച്ചാണ്, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുണ്ട്, ഈ ലോകത്തിലൊന്നും ഫ്രീ ആയിട്ടില്ല. എന്തിനും അതിൻ്റെ വില കൊടുത്താൽ മാത്രമേ ജീവിതത്തിൽ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും ഒരു ആക്സിഡൻ്റല്ല. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ സിറ്റുവേഷൻസും, നമ്മുടെ ലൈഫിലേക്ക് വന്ന ഓരോ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അധികം നല്ല സ്നേഹം തരാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ പാഠം പഠിപ്പിക്കാനായിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് തീരുമാനിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല മനുഷ്യരെ തരണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തെ പറ്റി കൂടുതൽ അറിയാനും നമ്മുടെ ഈ ലോകം നന്മയാണ്, സ്നേഹമാണ് എന്ന് നമ്മൾ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കാനാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം മനുഷ്യരാവാം, നമ്മൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാവാം, ഏറ്റവും കൂടുതൽ കൂടെ നിർത്തുന്ന ആൾക്കാരാവാം, അവർ നമ്മൾക്ക് വിഷമവും വേദനയും ചതിയും ഒക്കെ തരണുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതും എന്തിനു വേണ്ടിയാണ് തരണത്? അവർ മോശം മനുഷ്യരായതുകൊണ്ടല്ല. നിങ്ങളുടെ ജീവിതത്തെ ശക്തിയോടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കരുത്തുള്ള ഒരാളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അതിനെ മുറിവുകളായിട്ട് എടുക്കുകയും ആ മുറിവുകളെ 100% ഹീൽ ചെയ്യാതെ അത് നിങ്ങളുടെ മക്കളിലേക്കും തലമുറകളിലേക്കും നിങ്ങൾ തിരിച്ചു വിടുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ, നിങ്ങളുടെ തലമുറകളിലേക്ക് വൈരാഗ്യം, അസൂയ, നിങ്ങൾക്ക് ഒരു ഗുണവും തരാത്ത പല പല കാര്യങ്ങളും നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ, നമ്മുടെ തലമുറകൾക്ക് പോലും മോചനം കിട്ടാതെ ഒരു പാറ്റേണിൽ ബ്രേക്ക് ആവുകയും അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്നും ദുഃഖവും പ്രശ്നങ്ങളും പരിവട്ടവുമായിട്ട് ജീവിതത്തോട് മല്ലിട്ട് ലോ വൈബ്രേഷനിൽ എല്ലാവരോടും വൈരാഗ്യവും, ഏതാളെ കിട്ടിയാലും മോശമായിട്ടുള്ള വാക്കുകൾ കൊണ്ട്
വേദനകൾ മാത്രം കൊടുക്കുന്ന ഒരു മനുഷ്യരെയായിരിക്കും ലോകം സൃഷ്ടിക്കുക. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങളുടെ ചിന്തകൾക്ക് പറ്റും. കാരണം ചിന്ത മാറ്റിയ ലൈഫ് രക്ഷപ്പെടും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നിങ്ങളുടെ ചിന്തകൾ മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കമൻ്റ് ഒന്ന് എഴുതാവോ? ഈ ഒരു ചാനൽ നിങ്ങളുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ 100% സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താ, ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും എഫേർട്ടുണ്ട്. ആ എഫേർട്ട് ശരിക്കും നിങ്ങൾക്ക് തരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ലൈഫ് മാറ്റണം, ആ ലൈഫ് ശരിക്കും ഒരു വിജയമാകണം എന്ന ഒരു പ്യൂർ ഇൻറ്റൻഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം നല്ല ഇൻറ്റൻഷനോടെ ഒരാൾ ജോലി എടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് നന്മയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ കാര്യം? നിങ്ങൾ അപ്പം തന്നെ യൂണിവേഴ്സിന് നന്ദി പറയണം. ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണ എനിക്കും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവണം. കാരണം നമ്മുടെ ജീവിതത്തെ ഏത് സ്ട്രക്കാണെങ്കിൽ പോലും ആ ജീവിതത്തിൽ അബണ്ടൻസ് കൊണ്ടുവരാൻ നന്ദിക്ക് പറ്റും. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ലൈഫിൻ്റെ മാർഗമാക്കി മാറ്റിയാൽ, നമ്മുടെ ജീവിതത്തെ ശക്തിയോടെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഓരോ മനുഷ്യരെയും നന്ദിയോടെ ഓർത്താൽ, അവർക്ക് നിങ്ങൾ ഷോ അപ്പ് ചെയ്താൽ, നല്ലൊരു കമൻ്റ് ഇട്ടാൽ, ലൈക്ക് ചെയ്താൽ, ഈ ഒരു മിഷനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ നിങ്ങളും ഈ ഒരു മിഷൻ്റെ ഭാഗമാവുകയാണ്. കാരണം ഞാൻ 5 വർഷം മുമ്പ് ഈ ഒരു ജേർണി വളരെ സ്ട്രക്കായിരുന്നപ്പോൾ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ ലൈഫിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ദൈവം വാരിക്കോരി തന്നിട്ടുള്ള ഒരു അനുഗ്രഹമുള്ള ജീവിതമാണ്. ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ കോവിഡിൽ ഈ വീട്ടിൽ അടച്ചിരുന്നത്. വളരെ നല്ല വീടാണ്, എല്ലാ സൗഭാഗ്യങ്ങളുണ്ട്, സമ്പത്തുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ വീട്ടിലിരിക്കുന്നത്. ആ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ആളുകളുടെ വിഷമങ്ങളായിരുന്നു, ആളുകളുടെ പരിദേവനങ്ങളായിരുന്നു, പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ, എൻ്റെ ലൈഫിൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ, ഇതുപോലെയുള്ളൊരു സ്ട്രക്കിൽ, ഇതുപോലെയുള്ള വേദനയിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. ഒരു മിഡിൽ ക്ലാസ് വീട്ടിൽ, അത്രയും ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ളൊരു വീട്ടിൽ നിന്നാണ് എൻ്റെ ജീവിതം. ആ ഒരു ജീവിതത്തിൻ്റെ പരിഹാരമാവാൻ തീരുമാനിച്ച് ഞാനും എൻ്റെ സഹോദരനും വെറും കൈയോടെ തുടങ്ങിയൊരു ജേർണിയാണ്. ആ ജേർണിയിൽ വളരെയധികം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ, അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ, അവർക്ക് വീട് വയ്ക്കാൻ, പല ആൾക്കാർക്കും വെളിച്ചമാവാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഒത്തിരി അധികം ആൾക്കാരെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഒത്തിരി അധികം ആളുകൾക്ക് വീട് വയ്ക്കാനായിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാൻ ഞങ്ങൾ നൽകിയ ശമ്പളം ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അബണ്ടൻസ് വരുന്നത് എപ്പോഴാണ്? നമ്മൾക്ക് കിട്ടുന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വെളിച്ചമാവുമ്പോഴാണ്. അല്ലാതെ കിട്ടുന്നതെല്ലാം നമ്മളിലേക്ക് മാത്രം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നമ്മളിൽ മാത്രം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലും അബണ്ടൻസ് വരില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ചിന്തകളെ മാറ്റിയാൽ നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റും. അപ്പം നമ്മുടെ ചിന്തകളാണ് റിയാലിറ്റിയെ രൂപപ്പെടുത്തുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ചിന്തകളുടെ പ്രത്യേകത എന്താണ്? അതൊരു വിത്തുകളെ പോലെയാണ്. വിത്തിൻ്റെ പ്രത്യേകത എന്താ? വിത്ത് ശരിക്കും എടുക്കുമ്പോൾ 1-2 ഉണ്ടാവുള്ളൂ. പക്ഷെ ആ വിത്തുകൾക്ക് മണ്ണിലേക്ക് ഇട്ട് നല്ലൊരു ഫർട്ടൈൽ ലാൻഡിലാണ് ഇടുന്നതെങ്കിൽ അതിന് ഉറപ്പായിട്ടും മുളയ്ക്കാൻ പറ്റും. അത് വളർന്ന് വലുതായി വലിയൊരു മരമായി, അത് വീണ്ടും നല്ല ഫ്രൂട്ടാകും. ആ ഫ്രൂട്ട് വീണ്ടും എന്തായിട്ട് മാറും? ഒരു വിത്തായിട്ട് വരും. അപ്പം അത് ഒത്തിരി മനുഷ്യർക്ക് തണൽ കൊടുക്കും. വീണ്ടും ആ വിത്തുകൾ ശരിക്കും അത്രയധികം മരങ്ങളുണ്ടാകും. ആ മരങ്ങൾ വീണ്ടും വീണ്ടും എന്താവും? ഈ ഒരു പ്രോസസ്സിൽ കൂടി പോകും. അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സ്. നമ്മളുടെ മനസ്സിൽ നല്ല വിത്താണ് നമ്മളുടെ മനസ്സാകുന്ന ആ ഒരു ഫർട്ടൈൽ ലാൻഡിലേക്ക് നമ്മൾ ഇടണതെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള മാജിക്കൽ പവർ നമുക്കുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നല്ല ജീവിതം ഉറപ്പായിട്ടും നിങ്ങളുടെ അകത്തുള്ള നല്ല ചിന്തയുടെ ബലമാണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സംശയമുണ്ട്, നിങ്ങളെല്ലാവരും പറ്റിക്കും, ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണ്, ഞാൻ ചതിയനാണ്, എന്നെ ആരും വിശ്വസിക്കില്ല, എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ നല്ലതൊന്നും എനിക്ക് കിട്ടില്ല
ഇന്ന് നിങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്താ, നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യണത് അത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാവും. അപ്പം നമ്മളുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾക്ക് നമ്മുടെ ചിന്തയെ മാറ്റാൻ പറ്റണം. അപ്പം ഞാൻ എന്തുകൊണ്ട് കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഒരു ലൈഫ് കോച്ചായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം സൈക്കോളജിസ്റ്റിനെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിരിക്കുന്നു, ലൈഫ് കോച്ചസിനെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു ടീം ഓഫ് എക്സ്പെർട്ടൈസിനെ ഈ ലൈഫ് കോച്ച് ഈജയുടെ കീഴിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കിയേക്കണം. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോസിറ്റീവ് ചിന്തയുള്ള ഒരാളായിട്ട് മാറണം എന്നുള്ളതാണ്. കാര്യം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ലൈഫിൽ വന്നാൽ നമ്മുടെ ലൈഫിനെ നമ്മൾക്ക് നശിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ദുരിതം കൊണ്ടുവരാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്ത് എത്ര നെഗറ്റീവായിട്ടുള്ള സമയത്തും അതിനെ ക്യാൻസൽ ചെയ്ത് ഒരു പുതിയ ചിന്ത നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ ലൈഫിനെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ ഈ ഒറ്റ ചിന്തയ്ക്ക് പറ്റും. കാരണം എന്താണ്, നമ്മൾ മഹാത്മാഗാന്ധി എടുക്കുക, മദർ തെരേസ എടുക്കുക, ഇവരുടെയൊക്കെ ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അവർ ഉദാത്തമായ ചിന്തകൾ കൊണ്ട് ഉദാത്തമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ലോകത്തിന് ഏറ്റവും നല്ലത് കൊടുത്ത ആൾക്കാരാണ്. ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യരാണ് അവർ. ഒരാൾക്കും ഒരു വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും അവർ കൊടുത്തിട്ടില്ല. അവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ വലിയ കാര്യങ്ങൾ ചെയ്തപ്പോഴും അത്രയും വിനീതരായിരുന്നു, അത്രയും ഗ്രൗണ്ടഡ് ആയിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അപ്പം തന്നെ നമ്മൾ എളിമയോടെ ജീവിക്കാനും മറ്റുള്ളവരോട് കൈയിട്ടാവാനും, എത്ര അധികം നമ്മൾ സമ്പാദിക്കുന്നുണ്ടോ, എത്ര അധികം ഉയർച്ചയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ, അത്രയും നല്ല രീതിയിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ള 100% റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഉയർച്ചയുള്ള ഓരോരുത്തർക്കും ദൈവം നൽകുന്ന അവസരം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ലൈഫിൻ്റെ ലക്ഷ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യണം. ചിലപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റക്കായിരിക്കും, 50 ലക്ഷമോ 10 കോടിയോ 20 കോടിയോ കടത്തിലായിരിക്കും. പക്ഷേ ഈ കടമത്തിലാണ് നിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മാന്യമായിട്ട് ചിന്തിക്കണം. ഈ കടം എനിക്ക് എൻ്റെ തലമുറയിലേക്ക് കൊടുക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഈ കടം എന്ന് പറയുന്നത് എന്താവണം? എനിക്കൊരു അസറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് ഇന്ന് മുതൽ ഊണിലും ഉറക്കത്തിലും ഞാൻ ചിന്തിക്കുന്നത് എന്താണ്? അബണ്ടൻസിനാണ്. ഞാൻ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുവാണ്. ഇന്ന് ഈ ഒരു 10 കോടി അല്ലെങ്കിൽ 20 കോടി കടം ഇന്ന് എനിക്ക് അറിയില്ല എങ്ങനെ ചെയ്യുമെന്ന്, എങ്കിലും ഞാൻ ഉണ്ടാക്കിയ ഈ ഓരോ മാസവും ക്ലിയർ ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ സാഹചര്യത്തിൻ്റെ അടിമയല്ല, കോവിഡിൻ്റെ അടിമയല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ 100% റെസ്പോൺസിബിളാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ എടുക്കുവാണ്. ഇത് ഞാൻ നിർവഹിക്കും. എൻ്റെ മരണം വരെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് പണിയെടുക്കും. ഇതെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാധ്യതയായിട്ട് ഞാൻ വെക്കില്ല. ഞാൻ ഇത് തീർക്കും. ആ ഒരു വിശ്വാസത്തിൽ എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിൽ പോലും നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, എത്ര വിശ്വാസത്തിൽ ഇതെനിക്ക് തീർക്കാൻ പറ്റും എന്ന ആ ഒരു ഇൻറ്റൻഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള കാലടികളോടെ മുന്നോട്ട് പോയാൽ എത്ര പ്രശ്നങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ പരിഹാരമാവാൻ പറ്റും. കാര്യം എന്താണെന്നറിയാമോ, കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് അത്രയധികം ആൾക്കാർ തകർന്ന് എൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറിയ ഒരാളും അവൻ ഈ ഒരു പറയുന്ന രീതിയിൽ അവൻ്റെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്ത്, അവൻ്റെ കരിയറിൽ ഫോക്കസ് ചെയ്ത്, അവൻ്റെ റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്ത് മണിയെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും മണിയെ എങ്ങനെ ഗ്രോ ചെയ്യണമെന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രാക്ടീസുകൾ കഴിഞ്ഞ 365 ദിവസവും എന്നോടൊപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ എൻറ്റിയർ കടങ്ങൾ അടിച്ചു തീർക്കാൻ അവന് പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരം മനസ്സിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ശരീരത്തിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പം മനസ്സ് നിങ്ങളുടെ കൺട്രോളിലുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, അവൻ ഉള്ളതിൽ നന്ദി കാണിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് എന്താ സംഭവിക്കണേ? അവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു മാജിക്കലി ക്രിയേറ്റ് ചെയ്യാൻ, അവൻ തന്നെ ഒരു സക്സസ് ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറാനായിട്ട് സഹായിക്കുക ചെയ്യണേ. അപ്പോൾ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും നന്നാവണമെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടവൻ്റെ ചിന്തയിലാണ്. ചിന്ത പോസിറ്റീവ് ആണെങ്കിൽ ജീവിതം അടിപൊളിയാണ്. ഇപ്പം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈഫ് കോച്ച് ചെയ്യൽ വരിക. ഒരു 1 മന്ത് പ്രോഗ്രാമിൽ നിങ്ങളൊന്ന് വന്ന് ജോയിൻ ചെയ്ത് നോക്കുക.
നിങ്ങളുടെ എനർജിയിൽ വർക്ക് ചെയ്യാനാണ് ഉള്ളൊരു അവസരമാണ് ഈ ഒരു 1 മന്ത് പ്രാക്ടീസുകൾ പറ്റുക. നിങ്ങളുടെ പഴയ പല ശീലങ്ങളും നിങ്ങൾക്ക് വിട്ടുകളയേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മില്യനാർ മൈൻഡ് സെറ്റോടെ നിങ്ങൾ വർക്ക് ചെയ്യാനും ഒരു സ്ഥിര ഉത്സാഹിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാനോ ആയിട്ടുള്ള ഒരു ശീലമാണ് ലൈഫ് കോച്ച് ഷീജ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. എത്ര പ്രശ്നത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ സ്ട്രക്ക് മാറ്റി നിങ്ങളുടെ ഒരു എൻവയോൺമെൻറ്റ് അത്രയും പോസിറ്റീവാക്കി നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു അടുത്തൊരു ലെവലിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മാസം ഉറപ്പായിട്ട് സഹായിക്കും. കാര്യം എന്താണെന്നറിയാമോ, ജീവിതത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 to 4% ആൾക്കാർക്ക് മാത്രമാണ് എഴുതിയുണ്ടാക്കിയ ലക്ഷ്യങ്ങളുള്ളത്. ലക്ഷ്യമില്ലാത്തൊരു മനുഷ്യന് ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാനും നിങ്ങളുടെ ഇന്നർ മോസ്റ്റ് ഡിസയർ ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രിയേറ്ററായിട്ട് മാറാൻ, നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്ത ഒരാളായിട്ട് മാറാനായിട്ട് നിങ്ങളുടെ എത്ര നെഗറ്റീവായിട്ടുള്ള സാഹചര്യമാണെങ്കിലും അതിൻ്റെ പരിഹാരമാവണമെങ്കിൽ ഇപ്പം തന്നെ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. എന്നിട്ട് നിങ്ങൾ ക്ലാസ്സുകളിലേക്ക് വരിക. ഇതൊരു പെയ്ഡ് പ്രോഗ്രാമാണ്, ഫ്രീ അല്ല. കരുത പെയ്ഡ് പ്രോഗ്രാമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാം. കാര്യം എന്നറിയാമോ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നേരെ പോയിട്ട് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന അത്രയധികം ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസ് അവരുടെ ഓൺ വേർഡ്സിൽ എഴുതിയേക്കണ കാണാം. 5 സ്റ്റാർ റിവ്യൂ തന്നിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഏതെങ്കിലും ഒരാൾ വിശ്വസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇതിൻ്റെ ഒരു ടീച്ചിങ്സിന് ഈ ഒരു സിസ്റ്റത്തിന് പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കണം, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താണ്, ലൈഫ് രക്ഷപ്പെടണമെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ വൈബൊന്ന് ഉയർത്തിയാൽ മതി. എനർജിയിൽ വർക്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ ലൈഫിൽ എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള പവറൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ശക്തിയെ നമ്മൾക്ക് ആക്ടിവേറ്റ് ചെയ്താൽ ലൈഫ് എന്ന് പറഞ്ഞാൽ മാജിക്കാണ്. അപ്പോൾ മാജിക്ക് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ലൈഫ് കോച്ച് ചെയ്ത് വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ സാരി ഒന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ഇന്ന് ഒരു ചുരിദാറിട്ട് വേഗം വന്നതാണ്. കാര്യം എന്താ അറിയാമോ, വീഡിയോസ് ഭയങ്കര കുറവാന്ന് അനീറ്റ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് ഒരു ചൈനയിൽ നിന്നൊക്കെ മേടിച്ചൊരു മാലയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ തന്നെ കോർക്കുന്നതാണ്. പിന്നെ ഒരു നല്ല ഫ്ലവർ കമ്മൽ കേട്ടിട്ടാണ് വന്നേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മാലയ്ക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചുരിദാറിൽ എന്നെ കാണുമ്പോഴത്തേക്കും വയസ്സായാണോ തോന്നണത് അത് പ്രായം കുറഞ്ഞാണോ തോന്നണമെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓരോ വീഡിയോസ് വാച്ച് ചെയ്യണതിനും എൻ്റെ കൂടെ നിൽക്കുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.